നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന ഒരു കെട്ടിടം. കൊല്ലം റൂറൽ ജില്ലയിലെ എഴുകോൺ പോലീസ് സ്റ്റേഷന്റെ സ്ഥിതിയാണിത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓടിട്ട കെട്ടിടത്തിലാണ് എഴുകോൺ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ അവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. എഴുകോൺ പോലീസ് സ്റ്റേഷന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് മഹേഷ് പാറക്കൽ കൊട്ടാരക്കര മീഡിയയോട് പ്രതികരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ അറിവിലേക്കാണ് ഈ ഒരു കാര്യം പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള കൊല്ലം റൂറലുള്ള എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ ശോചനീയാവസ്ഥ അങ്ങൊന്ന് നേരിട്ട് വന്ന് കാണും. വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുരാതന ഓടിട്ട കെട്ടിടത്തിലാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. അവിടെ ജോലി ചെയ്ത് പോകാനായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പഴയ ഓടിട്ട കെട്ടിടം, അതിൻ്റെ കഴുക്കോലും ഓടുമൊക്കെ ഏതെങ്കിലും ഒരു നല്ലൊരു കാറ്റോ മഴയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും പൊളിഞ്ഞ് അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ തലയിൽ വീഴും. അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഫയലുകളൊക്കെ ചെതലിൻ്റെ ശല്യം കാരണം ചെതലരിച്ച് പോകുന്നതിൻ്റെയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ രാത്രി കാലങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടുത്തെ ചെല്ലി ശല്യം, വളരെ കറുത്ത ചെല്ലിയുടെ ഭയങ്കരമായിട്ടുള്ള ശല്യവും തേളിൻ്റെയും പഴുതാരയുടെയൊക്കെ ശല്യവും കാരണം വളരെ ബുദ്ധിമുട്ടിലാണ്. പാമ്പ് വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പല സാഹചര്യങ്ങളിലും പാമ്പിനെയൊക്കെ തല്ലിക്കൊന്നിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ആ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അതുപോലെ ഈ പോലീസ് സ്റ്റേഷന് ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ കാലങ്ങളായിട്ട് പണിയുന്നുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥയൊന്ന് കാണണം. പുതിയ പോലീസ് സ്റ്റേഷൻ്റെ ആ 2 നില ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടിട്ടുള്ളത് ഇന്ന് വരെ ആ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ്റെ പണിക്ക് വേണ്ടുന്ന ഒരു പുരോഗമനങ്ങളും അവിടെ നടന്നിട്ടില്ല. ഒരു പുരോഗമന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഒരു 2 നില ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ കുറച്ച് എംസാൻഡും ഇറക്കിയിട്ടുണ്ട്. ആ പുതിയ പോലീസ് സ്റ്റേഷൻ്റെ ബിൽഡിങ് കെട്ടിയിട്ടിരിക്കുന്നത് കുറേ സാമൂഹ്യ വിരുദ്ധന്മാർക്ക് മദ്യപിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാത്രമായിട്ടാണ് അവിടെ നടക്കുന്നത്. ആ ഒരു കെട്ടിടം കൊണ്ട് ആകെ ഉപയോഗപ്പെടുന്നത് കുറച്ച് സാമൂഹ്യ വിരുദ്ധന്മാർക്കാണ്. ആ പുതിയ പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടത്തിനകത്ത് ഈയിടെയായിട്ട് 2 തെരുവ് നായ്ക്കൾ ചത്ത് കിടന്നിട്ട് അവിടെയുള്ള പരിസരവാസികൾക്കെല്ലാം ദുർഗന്ധമായിരുന്നു. അത് ഏറ്റവും അവസാനം അവിടെയുള്ള പരിസരവാസികളും പഞ്ചായത്തിലുള്ള ആൾക്കാരും ഒക്കെ ചേർന്നാണ് ആ തെരുവ് നായ്ക്കളെ പിന്നെടുത്ത് കുഴിച്ചിട്ടത്. അത്രയ്ക്ക് വളരെ ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ എഴുകോൺ പോലീസ് സ്റ്റേഷനെ പറ്റി പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, പണി കഴിപ്പിച്ച്. ഇതിലുമൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പഴയ പോലീസ് സ്റ്റേഷനുകളൊക്കെ മാറ്റി പുതിയ പോലീസ് സ്റ്റേഷനുകളൊക്കെ പണിത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇക്കാട്ടിയൊക്കെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടമാണ് എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദയവായി അതൊന്ന് വന്ന് സന്ദർശിക്കണം. അല്ലെങ്കിൽ അങ്ങയുടെ പരിധിയിലുള്ള ആരെങ്കിലും വിട്ടൊന്ന് അന്വേഷിപ്പിക്കണം അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. അതിന് ആ പഴയ പോലീസ് സ്റ്റേഷൻ പുതിയ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ആ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടം എത്രയും വേഗം പണി കഴിപ്പിച്ച് പണി പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്ത് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. അത്രയ്ക്ക് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് അവർ ആ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത്.